പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പാലസ്തീനെതിരെയും അതോടൊപ്പം തന്നെ ലെബനോനെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള യുദ്ധം അത് ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു തരത്തിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇസ്രായേൽ ഹമാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള യുദ്ധമാണ് കഴിഞ്ഞ ഒരു 10 മാസമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഹമാസിനോടൊപ്പം തന്നെ ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം അല്ലെങ്കിൽ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ഭീകരവാദ പ്രസ്ഥാനം തന്നെയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഇറാന്റെ വലിയ സപ്പോർട്ടോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഭീകരവാദ പ്രസ്ഥാനം. അപ്പോൾ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവരുടെ വടക്കൻ മേഖല, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വടക്കൻ മേഖലയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ആക്രമിച്ച് ഭയപ്പെടുത്തി അവിടെ നിന്ന് പലായനം ചെയ്യിക്കുക എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ലക്ഷ്യം അവർ ആദ്യത്തെ ഘട്ടം അവർ നേടിയെടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 60,000-ഓളം ജൂത മതവിശ്വാസികൾ ഇസ്രായേലിന്റെ വടക്കൻ ഭാഗത്ത് നിന്ന് പലായനം ചെയ്ത് മറ്റു പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. നിരന്തരമായിട്ട് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണവും അതോടൊപ്പം തന്നെ ഡ്രോൺ ആക്രമണവും ഈ ഒരു പ്രദേശങ്ങളിലാണ് നിരന്തരമായിട്ട് നടന്നത്. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും മുഖ്യമായിട്ട് ലെബനോനിൽ നിന്ന് ആക്രമണം നടത്തുന്ന ഹിസ്ബുള്ളയെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇസ്രായേൽ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നത്. അതിൽ ഇന്നലെ നടന്ന ആക്രമണത്തിൽ അല്ലെങ്കിൽ ഇന്നലെ ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലവനായിട്ടുള്ള നസറുള്ള കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. നസറുള്ളയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ രീതിയിലുള്ള എല്ലാ തരത്തിലുമുള്ള പിന്തുണയും നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്ന അവരുടെ ഒരു നേതാവാണ്. അപ്പോ ഈ നേതാവിന്റെ ഒരു വീഴ്ചയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു കാര്യം നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ലോകത്ത് എവിടെയാണെങ്കിലും ഭീകരവാദികളെ സംബന്ധിച്ച് അവർക്ക് ഒരു തിരിച്ചടി ലഭിക്കണമെങ്കിൽ അവരെ നശിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന ഒരു രാജ്യം അത് പൂർണ്ണമായിട്ടും ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഭീകരവാദികളെ ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യുന്നതിൽ ഇസ്രായേൽ ഒരു പരിധി വരെ വിജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഈ ഹസൻ നസറുള്ളയുടെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസിന്റെ പ്രധാനപ്പെട്ട തലവനായിട്ടുള്ള ഇസ്മയിൽ ഹനിയയെ ഉൾപ്പെടെ പലരെയും ഇതുപോലെയുള്ള ആക്രമണങ്ങളിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഭീകരവാദ തലവന്മാരെ ഇല്ലായ്മ ചെയ്യുന്നതിൽ ആദ്യത്തെ ഘട്ടം അമേരിക്ക നടത്തിയിട്ടുള്ള പല ഇടപെടലുകളും അത് വലിയ രീതിയിൽ വിജയമായിരുന്നു. ISIS-ന്റെ തലവനെ കൊലപ്പെടുത്തിയതും അതോടൊപ്പം തന്നെ അൽ-ഖ്വയ്ദ തലവനായിട്ടുള്ള ബിൻ-ലാദനെ കൊലപ്പെടുത്തിയതും അതെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അവരുടെ രഹസ്യാന്വേഷണ സംഘടനയുടെ വ്യക്തമായിട്ടുള്ള സ്വാധീനം അത് ഉപയോഗപ്പെടുത്താൻ മറ്റ് രാജ്യങ്ങൾക്കും സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അമേരിക്കയെ പോലും ഈ ചാരസംഘടനയായിട്ടുള്ള മൊസാദിന്റെ നേതൃത്വത്തിൽ അവരുടെ സഹായം പോലും ലഭിച്ചിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ബിൻ-ലാദനെ പോലും നശിപ്പിക്കാനായിട്ട് ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശക്തിയായിട്ടുള്ള അമേരിക്കക്ക് പോലും സാധിച്ചത്. അപ്പോൾ അമേരിക്കക്ക് ഉപരിയായിട്ട് ലോകത്ത് വലിയ രീതിയിൽ ഭീകരവാദത്തെ നേരിടാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു രാജ്യമെന്ന് ഉള്ള ഒരു പരിഗണന ഇപ്പോൾ ലോകത്ത് എല്ലാ രാഷ്ട്രങ്ങളും നൽകുന്നത് ഇസ്രായേലിന് തന്നെയാണ്. ഇസ്രായേലിന്റെ ഒരു ഹീറോയായിട്ട് അവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാറിയിരിക്കുകയാണ്. ലോകം മുഴുവൻ ഭീകരവാദത്തിന് വലിയ വേരോട്ടം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടി തന്നെയാണ് ഹസൻ നസറുള്ള എന്ന് പറയുന്ന ഈ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട തലവൻ. അപ്പോൾ ഹിസ്ബുള്ളയുടെ തലവൻ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇല്ലാതെയാകുന്നത് ലോകത്ത് മുഴുവൻ ഭീകരവാദത്തെ പിന്തുണക്കുന്ന പല ആളുകൾക്കും അത് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നുള്ളതിൽ തർക്കമില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നുകൂടിയാണ് ഹസൻ നസറുള്ള പുറത്ത് വിട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ലോകത്ത് എല്ലാ ഭീകരവാദ സംഘടനകളും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇസ്രായേലിനെ
ഇസ്രായേലിനെ എതിർക്കുന്ന എല്ലാ ആളുകളും അവരുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ തങ്ങൾക്കുണ്ടാകണം. പാലസ്തീനെ സ്വതന്ത്രമാക്കുക എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ലക്ഷ്യമാണ്. അതിന് ഹമാസിനൊപ്പം നിന്നുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിരോധം ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവനകളാണ് ഹസൻ നസ്രള്ളയുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇറാന്റെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരുമായിട്ടും സൈനിക തലവന്മാരുമായിട്ട് ഈ ഹസൻ നസ്രള്ളയുടെ നേതൃത്വത്തിലുള്ള 12ഓളം ഹിസ്ബുള്ള തലവന്മാർ നടത്തിയ യോഗത്തിന് നേരെയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഒരു വലിയ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ വ്യോമാക്രമണത്തിന് തൊട്ട് മുന്നോടിയായിട്ട് തന്നെ ലെബനോനിലെ പല ഹിസ്ബുള്ള കേന്ദ്രങ്ങളും, ഏകദേശം 1300ഓളം ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ തകർത്ത് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിരന്തരമായിട്ട് ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇസ്രായേലിന്റെ സൈനിക വൃത്തങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ സൈനിക വൃത്തങ്ങൾ ഇതുപോലെയുള്ള വാർത്തകൾ പുറത്തു വിടുന്ന സമയത്ത് ലോകത്തിൽ ഹമാസിനെയും ഹിസ്ബുള്ളയെയും പിന്തുണക്കുന്ന പല രാജ്യങ്ങളും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പാലസ്തീനെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു പോരാട്ടം ഞങ്ങൾ നടത്തും. ഇസ്രായേൽ എത്രത്തോളം വലിയ ചോരക്കളി ഈ പറയുന്ന രണ്ട് രാജ്യങ്ങളിൽ നടത്തിയാലും അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇനിയും ഹിസ്ബുള്ളയെ പോലെയും ഹമാസിനെ പോലെയുള്ള സംഘടനകൾ ഇസ്രായേലിനെതിരെ ഉയർന്നു വരുമെന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവനകളാണ് പല ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുമ്പോഴും ഇസ്രായേൽ അവരുടെ പണി നിർത്തുന്നില്ല. നിരന്തരമായിട്ട് ഈ ഭീകരവാദ തലവന്മാരെ പടമാക്കുന്നതിനായിട്ടുള്ള ഒരുപാട് ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത് അത് കൃത്യമായിട്ട് നടപ്പിലാക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് തങ്ങൾ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം ശരിയായ ദിശയിൽ തന്നെയാണ്, ഒന്നിനും ഒരു തരത്തിലുമുള്ള പാളിച്ചയും ഇപ്പോൾ സംഭവിക്കുന്നില്ല. അത് സംഭവിക്കാതെ പൂർണ്ണമായിട്ടും ഈ ഭീകരവാദ സംഘടനകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ ജനങ്ങളുടെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങൾക്കുപരി ലോകത്തിലുള്ള ഭീകരതയെ പൂർണ്ണമായിട്ടും തടയാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും പിന്തുണ ഇസ്രായേലിന് വേണമെന്നും പൂർണ്ണമായിട്ടും പേജർ പോലെയുള്ള ആക്രമണങ്ങളും അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളും ഈ പറയുന്ന ലെബനോനിലും മറ്റ് ഭീകരവാദ സംഘടനകളുടെ നേതൃത്വത്തിനെതിരെ ഞങ്ങൾ ഇനിയും തുടരും എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവനകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ വലിയ രീതിയിൽ തന്നെ ഭീകരവാദ വേട്ട ലെബനോനിലും അതോടൊപ്പം തന്നെ ഹമാസിനെതിരെയും കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹമാസിന്റെ ഒരു പരിധിവരെയും അവരുടെ ഭീകരവാദ ഗ്രൂപ്പുകളുടെ എണ്ണത്തെ ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. അത് ഖാൻ യൂണിസിലാണെങ്കിലും വലിയ രീതിയിൽ തന്നെ ഭീകരവാദികളുടെ കൂട്ടമുണ്ടായിരുന്ന ഗാസയിലാണെങ്കിലും റഫയിലാണെങ്കിലും ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. അടുത്ത ഘട്ടം ലെബനോന് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സിറിയയിലുള്ള ISISന്റെ ഭീകരവാദ കേന്ദ്രങ്ങൾ കൂടി ആക്രമിച്ച് നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇസ്രായേലിന് ഇപ്പോൾ ഉള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഘട്ടം ആയിട്ട് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേൽ ലോകത്തിന് നൽകുന്ന സൂചന. ഭീകരവാദികളുടെ നാശത്തിലേക്ക് ഏതെല്ലാം തരത്തിൽ തങ്ങളുടെ സംവിധാനങ്ങളെ കൊണ്ടെത്തിക്കാൻ സാധിക്കും അത് പൂർണ്ണമായിട്ടും നടപ്പിലാക്കുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യം കൂടിയും ഇപ്പോൾ ഇസ്രായേലിനുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുമുള്ള തർക്കമില്ലാത്ത കാര്യമാണ്.